എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നിവിടെ തയ്യാറാക്കുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ, അതായത് ആറന്മുള എന്ന് പറഞ്ഞ സുന്ദരമായ കൊച്ചു ഗ്രാമമാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാത്തരം കൃഷികളും ഉണ്ട്. അപ്പോൾ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. അന്നൊക്കെ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊലിയും കൂടെ എടുക്കാറുണ്ട്. ഇപ്പോൾ അത് എടുക്കാറില്ല. കാര്യം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതല്ലേ, അപ്പോൾ അത്ര ശുദ്ധമായതായിരിക്കില്ല. അതായത് മത്തങ്ങ എടുത്ത് പീസാക്കുക. ആ പീസാക്കിയത് പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ ഒരു പച്ചമുളക് നല്ലോണം കട്ട് ചെയ്തിടുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതിയാവും. കാര്യം മത്തങ്ങയ്ക്ക് തന്നെ മഞ്ഞ നിറം ഉള്ളതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കുറച്ച് റെഡ് ചില്ലി പൗഡർ ആവശ്യത്തിന് എടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാ മത്തങ്ങയിൽ അത് പിടിക്കണം വെന്ത് വരുമ്പോഴത്തേന്. അത് നല്ല ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ മത്തൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ചേരുവ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മത്തങ്ങ നോക്കിക്കോണം, വെന്ത് പോകരുത്. പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, വളരെ നൈസായിട്ട് അരിയണം ചെറിയ ഉള്ളി. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. ഇതൊക്കെ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷമാണ് കുറച്ച് തേങ്ങ ചേർക്കേണ്ടത്. തേങ്ങ എപ്പോഴും ചെറുതായിട്ട് ചിരകി എടുക്കുന്നതായിരിക്കണം, എന്നാലേ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടുകയുള്ളൂ തേങ്ങ. ഈ തേങ്ങയുടെ വറുത്ത് ചേർക്കുന്നതാണ് ആ എരിശ്ശേരിയുടെ ഒരു നല്ല മണവും രുചിയും, അതുപോലെ ചെറിയ ഉള്ളിയുടെ മണവും. ഇത്രയാകുമ്പോൾ മാത്രമേ ആ ആറന്മുളയുടെ സ്പെഷ്യൽ എരിശ്ശേരി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് ക്ഷമയായിട്ട് ചെയ്താൽ നല്ല എരിശ്ശേരിയാണിത്. ചോറ് കഴിക്കാനൊക്കെ നല്ലതാണ്. എല്ലാ ഓണത്തിനും അപ്പൂപ്പനും അച്ഛൻ്റെ അപ്പച്ചിമാർ, ഞങ്ങളുടെ അപ്പച്ചിമാർ എല്ലാവരും ഇത് അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴിത് തയ്യാറാക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഉള്ളിയും കടുകും റെഡ് ചില്ലി എല്ലാം ഇട്ട് വറുത്തിട്ടുണ്ട്. ഇനിയാണ് തേങ്ങ ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് തേങ്ങയാണത്. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരിക്കലും കരിഞ്ഞു പോകരുതത്. ഒരു ബ്രൗൺ കളറിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സന്ദർഭത്തിലാണ് ഈ മൂത്ത് വന്നത് നമ്മൾ ആ മത്തങ്ങയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും ചേർക്കണം. കുരുമുളക് പൊടിയുടെ മണവും ഒക്കെ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റാണ് അതിന് വരുന്നത്. എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും മത്തങ്ങ എരിശ്ശേരി റെഡിയായി കഴിയും. ഏതായാലും മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തവി വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതറിയാൻ പറ്റും അതിൻ്റെ വേവ്. ഈ വെന്ത് വന്നതിലേക്കാണ് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ചേർക്കേണ്ടത്. പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പെപ്പറിൻ്റെ മണം, അതുപോലെ തേങ്ങ വറുത്തതിൻ്റെ മണം, ഉള്ളിയുടെ മണം, ഇതൊക്കെ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റാണ്. ചെയ്ത് നോക്കുക എല്ലാവരും. പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒന്ന് വേവിക്കുക. തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പക്ഷേ ഒരിക്കലും കരിഞ്ഞു പോകലില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കും. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതും ആവാം. അങ്ങനെ അതും തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കാവൂ. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ആ മത്തങ്ങയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ മത്തങ്ങ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ.